ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞു നിൽക്കുന്നതെവിടെയെന്ന് ചോദിച്ചാൽ അതിലൊരുത്തരം 9 രാജ്യങ്ങളിലായി വിശാലമായി പരന്നുകിടക്കുന്ന ആമസോൺ മഴക്കാടുകളായിരിക്കും. കണക്കുകൾ പ്രകാരം ആമസോൺ വനത്തിൻ്റെ 5% മാത്രമേ മനുഷ്യന് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ 10,000-കണക്കിന് അത്ഭുത ജന്തുജാലങ്ങളെയാണ് ആമസോണിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ആമസോണിലെ വിചിത്രവും അപകടകാരികളുമായ ചില ജന്തുജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആമസോണിയൻ സെന്റിപ്പേഡ്. ജൈഗാൻറ്റിക് യെല്ലോ ലെഗ് സെന്റിപ്പീഡ് എന്നും അറിയപ്പെടുന്ന ഇവകൾ സൗത്ത് അമേരിക്കയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ആമസോണിലെ ഏറ്റവും അപകടം പിടിച്ച സെന്റിപ്പീഡുകളാണിവ. ഇവകളുടെ കാലുകൾ മഞ്ഞ നിറത്തിലാണ് കാണാൻ സാധിക്കുക. 10 മുതൽ 12 ഇഞ്ച് നീളത്തിൽ വരെ ഇവ വളരാറുണ്ട്. ഇരകളെ പിടിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഇക്കൂട്ടർ. കാരണം പല്ലികൾ, തവളകൾ, ചെറിയ പക്ഷികൾ, പാമ്പുകൾ, എലികൾ തുടങ്ങിയവയൊക്കെയാണ് ഇവർ ഭക്ഷണമാക്കാറുള്ളത്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും വിഷവാഹകരാണ് ആമസോൺ സെന്റിപ്പീഡുകൾ. പോയിസൺ ഡാർട്ട് ഫ്രോഗ്. തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും മഴക്കാടുകളിൽ കണ്ടുവരുന്ന വിഷത്തവളകളാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. നിറം ഭംഗിയുടെ ലക്ഷണമാണെന്നും അത് ആളുകളെ ആകർഷിക്കാനുള്ളതാണെന്നുമൊക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയ തിയറികളാണ്. ജന്തുലോകത്തിൽ ഈ നിറപ്പകിട്ടിന് ഒരൊറ്റ അർത്ഥമേയുള്ളൂ: അപകടം. ശത്രുക്കൾ അടുത്തു വരാതിരിക്കുവാനുള്ള സൂത്രമാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകളുടെ കടും നിറങ്ങൾ. 175-ലേറെ തരം പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ കോസ്റ്റാറിക്ക മുതൽ ബ്രസീൽ വരെയുള്ള മഴക്കാടുകളിൽ കഴിഞ്ഞുവരുന്നു എന്നാണ് കണക്കുകൾ. പലയിടത്തെയും തവളകൾക്ക് പല നിറങ്ങളാണ്. എല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നിറങ്ങൾ. ഈച്ചയും പ്രാണിയും ചിലന്തിയുമൊക്കെയാണ് ഇവകളുടെ ഭക്ഷണം. വെറുമൊരു പേപ്പർ ക്ലിപ്പിനോളം ഉയരമുള്ള ഇവ ത്വക്കിലൂടെയാണ് വിഷം പുറത്തുവിടുക. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ചിലർ ഇവയുടെ കൂട്ടത്തിലാണ്. ഗോൾഡൻ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന ഇനത്തിൻ്റെ വിഷത്തിന് 10 മുതിർന്ന മനുഷ്യരെ വരെ കൊല്ലാനാകുമത്രേ. ഫയർ ബെല്ലിഡ് സ്നേക്ക് എന്ന പാമ്പിന് മാത്രമേ ഇവയെ തിന്നാനുള്ള കപ്പാസിറ്റിയുള്ളൂ. എന്നുവെച്ച് ഇവ സുരക്ഷിതരൊന്നുമല്ല. വനനശീകരണവും മലിനീകരണവും മൂലം കടുത്ത വംശനാശ ഭീഷണി നേരിടുകയാണ് ഇന്ന് ഈ വിഷത്തവളകൾ. ബ്ലാക്ക് കൈമാൻ. അലിഗേറ്റർ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് ബ്ലാക്ക് കൈമാൻ. ഇവയ്ക്ക് 20 അടി നീളവും 450 കിലോഗ്രാം ഭാരവും ഉണ്ടാകാറുണ്ട്. വളരെ ബുദ്ധി കൂടിയ ഒരു ജീവിയാണ് ഇവ. ഇവയ്ക്ക് 50 മുതൽ 80 വർഷം വരെ ജീവിക്കുവാൻ സാധിക്കും. പിരാന മത്സ്യങ്ങളെയും ക്യാറ്റ്ഫിഷുകളെയുമാണ് ഇവ ഭക്ഷണമാക്കാറുള്ളത്. പക്ഷേ വിശന്നിരിക്കുകയാണെങ്കിൽ മുന്നിൽ കാണുന്ന എന്തിനേയും ഭക്ഷണമാക്കുവാൻ ഇവയ്ക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ആമസോൺ നദികളിൽ കാണപ്പെടുന്ന ഏറ്റവും അപകടകാരികളായ ജീവികളിൽ ഒന്നായി ഇവ കണക്കാക്കപ്പെടുന്നു. ഇവകൾ മനുഷ്യരെയും ആക്രമിക്കാറുണ്ട്. 2008 ജനുവരി മുതൽ 2013 ഒക്ടോബർ കാലയളവിൽ 43 മനുഷ്യരെ ബ്ലാക്ക് കൈമാൻ ആക്രമിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. പ്രധാനമായും സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ മൂർഖനേക്കാൾ വിഷമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള എട്ടുകാലി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലും ഈ എട്ടുകാലി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മരങ്ങളിലും മറ്റുമൊക്കെ ഒളിച്ചു കഴിയാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വാണ്ടറിംഗ് സ്പൈഡർ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത്. വാമ്പയർ ഫിഷ്. ആമസോൺ നദികളിലാണ് സാധാരണയായി വാമ്പയർ ഫിഷ് എന്ന ഈ മത്സ്യങ്ങളെ കാണാൻ സാധിക്കുക. കാൻഡിറു എന്നതാണ് ഇവയുടെ യഥാർത്ഥ പേര്. ഈ മത്സ്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഗവേഷകർ ഇപ്പോഴും ഇവയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖത്ത് പൂച്ചയുടേതുപോലെയുള്ള രോമങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവയെ കാറ്റ്ഫിഷ് വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. 1 ഇഞ്ചാണ് മിക്കവാറും ഇവയുടെ വലിപ്പം. ഇവ ജീവികളുടെ ശരീരത്തിലേക്ക് കയറി ചെല്ലുകയും അവയുടെ കൂർത്ത പല്ലുകൾ കൊണ്ട് ഉപദ്രവിക്കുകയും അവയുടെ രക്തം ഊറ്റുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. 1997 ബ്രസീലിലെ ഇറ്റാക്കോട്ടിയാരയിൽ കാൻഡിറു മനുഷ്യമൂത്രത്തിൽ ആകർഷിക്കപ്പെട്ട് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടത്രേ. ഈ സംഭവത്തിൽ ഇര ഒരു 23-കാരനാണ്.
അയാൾ ഒരു നദിയിൽ മൂത്രമൊഴിക്കവേ ഒരു കാൻഡിറു മത്സ്യം വെള്ളത്തിൽ നിന്ന് മൂത്രനാളത്തിലേക്ക് കയറുകയായിരുന്നു അത്രയും. പിരാന. മത്സ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായ മത്സ്യമാണ് പിരാനകൾ. ശുദ്ധജല മത്സ്യമായ ഇവയെ ആമസോൺ നദിയിലാണ് കണ്ടുവരുന്നത്. ഇവയ്ക്ക് മനുഷ്യനടക്കം മിക്ക ജീവജാലങ്ങളെയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഇവ മനുഷ്യരെ ആക്രമിച്ചതായി വളരെ അപൂർവമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കൂർത്ത പല്ലുകളും മാംസത്തോടുള്ള ആർത്തിയുമാണ് ഇവയുടെ കുപ്രസിദ്ധിക്ക് കാരണം. രക്തത്തെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഇവ വേനൽക്കാലത്താണ് കൂടുതലും ആക്രമികളാകാറുള്ളത്. സാധാരണയായി 6 മുതൽ 10 ഇഞ്ച് നീളത്തിലാണ് പിരാനകൾ വളരാറുള്ളത്. എന്നാൽ 18 ഇഞ്ച് വലിപ്പത്തിലും കണ്ടിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. ഇവകളെ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റ് ജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവ ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇരയെ കണ്ടാൽ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ഇവരുടെ പതിവ്. ഹാർപ്പി ഈഗിൾ. വലിപ്പം കൊണ്ട് പരുന്തുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള പരുന്തുകളാണ് ഹാർപ്പി ഈഗിളുകൾ. ആമസോണിലെ ഏറ്റവും അപകടകാരികളായ പക്ഷികളാണ് ഹാർപ്പി ഈഗിളുകൾ. 7 അടിയോളം നീളമുള്ള ചിറകുകളും 10 കിലോയ്ക്കടുത്ത് തൂക്കവുമുള്ള ഭീമന്മാരാണിവർ. ഈ ഇനത്തിൽ പെൺവർഗത്തിൻ്റെ കാൽപാദങ്ങൾക്ക് മനുഷ്യരുടെ കൈപ്പത്തിയുടെ അത്ര വലിപ്പമുണ്ടാകും. നഖങ്ങളാണ് ഹാർപ്പി ഈഗിളുകളുടെ പ്രധാന ആയുധം. 5 ഇഞ്ച് നീളത്തിൽ വരെ വളരുന്ന നഖങ്ങളാണ് ഇവയ്ക്കുള്ളത്. തേവാങ്കുകൾ, കുരങ്ങന്മാർ എന്നിവയടക്കം താരതമ്യേന വലിയ മൃഗങ്ങളെ എളുപ്പത്തിൽ പിടിയിലാക്കാൻ ഈ നഖങ്ങൾ ഹാർപ്പി പരുന്തുകൾക്ക് ഏറെ സഹായകമാണ്. വലിയ കുരങ്ങുകളെപ്പോലും മരങ്ങളിൽ നിന്ന് തന്നെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോവുകയാണ് ഹാർപ്പി ഈഗിളുകൾ ചെയ്യുന്നത്. കൂർത്ത് വളഞ്ഞ നഖങ്ങൾ കൊണ്ടുള്ള പിടുത്തത്തിൽ നിന്ന് മൃഗങ്ങൾക്ക് രക്ഷപ്പെടുക അസാധ്യമാണ്. നഖങ്ങൾക്ക് തൊട്ടുപിന്നിലായി ഇവയ്ക്ക് അതീവ ശക്തിയേറിയ മാംസപേശികളാണുള്ളത്. അതിനാൽ തന്നെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ താഴെ വീണുപോകാതെ ബലമായി പിടിച്ചു വെക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ പറന്നെത്തിയാണ് ഹാർപ്പി ഈഗിളുകളുടെ ഇരപിടുത്തം. ബുൾഷാർക്ക്. ഉഷ്ണമേഖലാ കടൽ തീരങ്ങളിലും ആമസോൺ വനത്തിലും കാണപ്പെടുന്ന അക്രമകാരികളായ ഒരിനം സ്രാവുകളാണ് ബുൾഷാർക്കുകൾ. കാളയുടേതുപോലുള്ള മുഖവും ആക്രമണ സ്വഭാവവും കാരണമാണ് ഇവയ്ക്ക് ബുൾഷാർക്ക് എന്ന പേര് കിട്ടിയത്. ഇവകൾ സാവധാനത്തിൽ സഞ്ചരിക്കുന്നവയാണെങ്കിലും ഇരയെ പിടിക്കുവാനായി നല്ല വേഗത്തിൽ നീന്തുന്ന സ്രാവുകളാണ്. മത്സ്യങ്ങൾ, മറ്റു സ്രാവുകൾ, ഡോൾഫിനുകൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കൂടാതെ ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കും. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ഷാർക്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട സ്രാവ് വർഗമാണിവ. മാത്രമല്ല ഇവയ്ക്ക് ഉപ്പുവെള്ളത്തിലും ശുദ്ധവെള്ളത്തിലും ഒരുപോലെ ജീവിക്കുവാനും സാധിക്കും. ഇവയുടെ മുൻപിൽ വന്നു പെടുന്ന എന്തിനേയും ഇവ ആഹാരമാക്കും. സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ഇവ ആഹാരമാക്കാറുണ്ടത്രേ. അതിനാൽ തന്നെ ഇവയുടെ മുൻപിൽ മനുഷ്യന്മാർ പെട്ടാലും മനുഷ്യരുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഇലക്ട്രിക് ഈൽ. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് ഇലക്ട്രിക് ഈലുകൾ. ആരിലെന്നും ഇവ അറിയപ്പെടാറുണ്ട്. പൊതുവെ മനുഷ്യനുമായി ഒട്ടും ഇണക്കമില്ലാത്തവയാണ് ഈ മത്സ്യവിഭാഗം. ജലാശയങ്ങളിൽ പലതരം ഈലുകൾ ഉണ്ടെങ്കിലും അവയിൽ ചിലതിന് മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. പ്രത്യേക താടിയെല്ലും മൂർച്ചയുമുള്ള പല്ലുകളുമാണ് ഇവയുടെ ഏറ്റവും വലിയ സവിശേഷത. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ഒറിനോക്കോ നദികളിലാണ് ഈ ഇലക്ട്രിക് ഈലുകളെ പ്രധാനമായും കണ്ടുവരുന്നത്. ഈലിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വൈദ്യുതിക്ക് കൂറ്റൻ മുതലകളെപ്പോലും ഷോക്കടിപ്പിച്ച് തളർത്താനോ ചിലപ്പോൾ കൊല്ലാനോ വരെ കഴിയും. സാധാരണ ഏകദേശം 600 വോൾട്ട് വൈദ്യുതിയാണ് ഇവ ഉൽപ്പാദിപ്പിക്കാറുള്ളത്. ഏതാണ്ട് 2.5 മീറ്റർ വരെ നീളം വെക്കുന്ന കൂറ്റൻ ജീവികളായ ഈലുകൾ പലപ്പോഴും ഒളിച്ചു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. ഒരു മനുഷ്യനെ അബോധാവസ്ഥയിലേക്ക് അല്പസമയം എത്തിച്ചേക്കാമെങ്കിലും കൊല്ലാനുള്ള ശക്തി ഒരു ഇലക്ട്രിക് ഈലിൻ്റെ വൈദ്യുതിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 2ഓ അതിലധികമോ ഇലക്ട്രിക് ഈലുകളുടെ ആക്രമണം ഒരുപക്ഷെ ഒരു മനുഷ്യനെ വരെ കൊല്ലാൻ ശക്തിയുള്ളതായിരിക്കും. കാഴ്ചശക്തി നന്നേ കുറഞ്ഞ ഇവ പ്രധാനമായും ഇരപിടിക്കാനും ശത്രുക്കളെ ഓടിക്കാനുമാണ് ശരീരത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ജാഗ്വർ. ആമസോൺ കാട്ടിലെ രാജാവാണ് ജാഗ്വറുകൾ. ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന യാഗ്വർ എന്ന പദത്തിൽ നിന്നാണ് ജാഗ്വർ എന്ന പദമുണ്ടായത്. ഇരയെ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന മാംസബുക്കുകളുടെ സ്വാഭാവിക ശൈലിയിൽ നിന്നും വിപരീതമായി തൻ്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരകളെ കൊല്ലുന്നത്. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും
അതിനെ പൊതിഞ്ഞ് ശക്തമായ മാംസപേശികളുമുള്ളത് ജാഗുറിനാണ്. അതിനാൽ തന്നെ ജാഗുറിൻ്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 1500 PSI ആണ്. ഇത് സിംഹത്തിൻ്റെ ബൈറ്റ് ഫോഴ്സിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുതലകളെയും ആമകളെയും പോലും അനായാസം ആഹരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു. മനുഷ്യരെ കിട്ടിയാലും ഇവ വെറുതെ വിടാറില്ല. അനാക്കൊണ്ട. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒരിനമാണ് അനാക്കൊണ്ട. പ്രധാനമായും ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലയങ്ങളിലും ആമസോൺ വനങ്ങളിലുമാണ് ഇവയെ കണ്ടുവരുന്നത്. അനാക്കൊണ്ടയ്ക്ക് പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ തല പരന്നതും കറുപ്പ് നിറവുമാണ്. ആളൊരു ഭീകരനാണെങ്കിലും വിഷമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവക്ക് വിഷപ്പല്ലുകളുമില്ല. അനാക്കൊണ്ടകൾ മാംസഭോജികളാണ്. മറ്റു മൃഗങ്ങളെയാണ് ഭക്ഷിക്കുക. തനിക്ക് പിടിക്കാൻ കഴിയുന്ന എന്തും അനാക്കൊണ്ടകൾ കഴിക്കും. ചെറിയ സസ്തനികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, മത്സ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വലിയ അനാക്കൊണ്ടകൾക്ക് മാൻ, കാട്ടുപന്നി, ജാഗുർ, കാപ്പിബാര തുടങ്ങിയ വലിയ മൃഗങ്ങളെ വരെ തിന്നാൻ കഴിയും. താടിയെല്ലുകളിൽ പ്രത്യേക അസ്ഥിബന്ധങ്ങളുള്ളതിനാൽ ഇവയ്ക്ക് എത്ര വലിയ മൃഗത്തെയും എളുപ്പത്തിൽ വിഴുങ്ങാനും സാധിക്കും. ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഇവയ്ക്കില്ല. ഒത്ത ഒരു ഇരയെ കിട്ടിയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവയ്ക്ക് ഭക്ഷണം വേണ്ട. പകൽ സമയങ്ങളിൽ ഇവ പലപ്പോഴും ഉറക്കമായിരിക്കും. അനാക്കൊണ്ടകൾ 20 മുതൽ 30 അടി വരെ നീളത്തിൽ വളരും. ഇവയ്ക്ക് 500 പൗണ്ടിലധികം ഭാരവും വരാറുണ്ട്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ ജീവിവർഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.